നല്ല ടേസ്റ്റുള്ള ഒരു ഞണ്ട് വരട്ടിയത് നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. കള്ളിഷാപ്പിലൊക്കെ കിട്ടുന്നത് പോലുള്ള സ്പൈസിയായ ഞണ്ട് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ 1 കിലോഗ്രാം ഞണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തോട്ടിൽ നിന്നും പിടിച്ച ഞണ്ടാണ്. ഇത് നന്നായി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ ചേരുവകൾ: 2 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക്, 1 തക്കാളി, ആവശ്യത്തിന് കറിവേപ്പില. തുടക്കക്കാർക്ക് വേണ്ടിയാണ് എൻ്റെ പാചകരീതി. പാചകം ഞാനുമൊക്കെ ഇങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ ചെറുതായി ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം, പിന്നീട് അങ്ങ് ഇഷ്ടപ്പെട്ടോളും. ഇനി ഇതിനാവശ്യമായ മസാലപ്പൊടികൾ ഞാൻ എടുത്തിരിക്കുന്നത്: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ തുടക്കക്കാർ നന്നായി ശ്രദ്ധിക്കണേ. ഇനിയാണ് നേരത്തെ പറഞ്ഞ മസാലക്കൂട്ട്. ഈ കാണിച്ചിരിക്കുന്നതിനൊപ്പം പെരുംജീരകം കൂടി ചേർക്കണേ, ഞാനിതിൽ വിട്ടുപോയതാണ്. ഇതൊക്കെ ഒരു കുത്തമ്മിയിലിട്ട് നന്നായി ചതച്ച് പേസ്റ്റാക്കി എടുക്കുക. ഈ മസാലക്കൂട്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവ. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോഴാണ് ടേസ്റ്റി ആയിട്ടുള്ള ആ സ്മെല്ല് അവിടേക്ക് വരുന്നത് കേട്ടോ. ഇനി 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ചട്ടിയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഉള്ളി ചേർക്കുക. ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. പിന്നീട് ഉപ്പ് വേണ്ട സമയത്ത് നോക്കി ചേർത്താലും മതിയാവും. ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം പച്ചമുളക് ചേർക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട്, നമ്മുടെ സ്പെഷ്യൽ, അതുകൂടി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. ഈ മസാലക്കൂട്ട് ഇളക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് തക്കാളി ചേർക്കേണ്ടത്. നന്നായി ഇളക്കി കൊടുക്കുക. തക്കാളി ആവശ്യത്തിന് വെന്ത് വരുന്നത് വരെ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. നമുക്ക് തോടിൽ നിന്നും പുഴയിൽ നിന്നും മീനൊക്കെ പിടിക്കാൻ വളരെ ഇഷ്ടമാവും അല്ലേ. ഇത് എൻ്റെ മോയെ തോടിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന കല്ല് ഞണ്ടാണ്. അത് റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാക്കുന്നതാണ് ഇത്. ഇനിയാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി നന്നായി ഉടഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റാണെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് നമുക്ക് പാചകത്തോട് നല്ലൊരു താല്പര്യം ഉണ്ടാകുന്നത് അല്ലേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ചേർക്കുക. എന്നിട്ട് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഇതിൽ ചേർക്കുന്നത്. തണുത്ത വെള്ളം ചേർക്കരുത്. അതിനുശേഷം ആവശ്യമായ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതടച്ച് വെച്ച് 10 മിനിറ്റോളം ഞാൻ വേവിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കേണ്ട. പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാറുണ്ട്. അടച്ച് വെച്ച് നന്നായി ഒരു 10 മിനിറ്റോളം വേവിച്ച് കൊടുക്കുക. ഞാനൊക്കെ വിവാഹശേഷമാണ് കൂടുതലായിട്ട് പാചകത്തിൻ്റെ കാര്യമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എല്ലാവരും ആദ്യമൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും പാചകത്തിൻ്റെ കാര്യത്തിൽ. പിന്നീട് അങ്ങോട്ട് സെറ്റാവുകയെ. അത് ആരും അതിനെക്കുറിച്ച് അത്രയധികം ടെൻഷനാവുമൊന്നും വേണ്ട കേട്ടോ. ഇനി കുറച്ച് വരണ്ട് വന്നാൽ അതിൻ്റെ മൂടി വെച്ച അടപ്പൊക്കെ എടുത്ത് മാറ്റി നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് വേവിക്കുക. ഞണ്ട് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വരണ്ട് വരുന്ന രീതിയിലായിരിക്കണമല്ലോ. അപ്പം നന്നായി കുറച്ച് വേവിച്ചെടുത്ത് അതിന് പിന്നീട് വരണ്ട് വന്നാൽ ഒരു ചെറുനാരങ്ങ ആവശ്യമുള്ളവർ ചേർത്താൽ മതി, വേണമെങ്കിൽ നിർബന്ധമില്ല. അങ്ങനെ ഞങ്ങളുടെ ഞണ്ട് റോസ്റ്റ് തയ്യാറായേ. ഇനി നമ്മൾ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്കൊരു കപ്പ കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കുക്കറിൽ ഒരു വിസിലൊക്കെ മതിയേ. അതിനുശേഷം ഞാനിതിൻ്റെ വെള്ളം ആവിയൊക്കെ കളഞ്ഞ് വെള്ളം ഊറ്റി ചീനച്ചട്ടിയിൽ കടുക് വറുത്ത് എടുക്കുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കൂട്ട് പരീക്ഷിക്കുമെന്ന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.